യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച പി.ജെ. കുര്യന് വെല്ലുവിളിയുമായി എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം. പി.ജെ. കുര്യന്റെ വിമർശനത്തിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുണ്ട്. സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഓഡിയോ പുറത്തെത്തിയത്. ഇതോടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിന്റെ ശബ്ദ സന്ദേശം ചോർന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ ഒരു മീറ്റിംഗിൽ വെച്ച് പറയുകയാണെങ്കിൽ സതുദ്ദേശപരമാണെന്ന് പറയാമായിരുന്നു. എന്നാൽ ചാനൽ ക്യാമറകൾക്ക് മുന്നിലായിരുന്നു പി.ജെ. കുര്യൻ വിമർശനം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് സതുദ്ദേശപരമെന്നോ വിശ്വസിക്കാൻ താല്പര്യമോ സൗകര്യമേ ഇല്ല എന്നും ഓഡിയോയിൽ രാഹുൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വേദിയിലിരുത്തിക്കൊണ്ട് കുര്യൻ വിമർശനം ഉന്നയിച്ചത്. ഒരു മണ്ഡലത്തിൽ 25 പേരെയെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയേണ്ടേ എന്നായിരുന്നു പി.ജെ. കുര്യന്റെ ചോദ്യം. ക്ഷുഭിതനായ യൗവനത്തെ SFI കൂടെ നിർത്തുന്നു എന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേ വേദിയിൽ വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിരുന്നു. കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്കാർ കുറവായിരിക്കാം, പക്ഷേ ആ കുറവ് തെരുവിലെ സമരങ്ങളിൽ ഇല്ല എന്നും രാഹുൽ അന്ന് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസിനെതിരായി തന്റെ വിമർശനം സദ്ദേശപരമായിരുന്നു എന്നാണ് പി.ജെ. കുര്യൻ പിന്നീട് വിശദീകരണമായി എത്തിയത്. ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റികൾ ഇല്ല എന്നും സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യുവാക്കൾ പഞ്ചായത്തിലെങ്കിലും കേന്ദ്രീകരിക്കണമെന്നാണ് കുര്യൻ പറഞ്ഞത് എന്നും വിശദീകരിച്ചു. പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതിൽ എന്താണ് ദോഷമെന്ന് അറിയില്ല എന്നും ടിവിക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് എന്നും പി.ജെ. കുര്യൻ പറഞ്ഞു വെച്ചിരുന്നു. SFIയുടെ സമരം എല്ലാവരും കണ്ടതാണല്ലോ, അത് താൻ പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നും ദുരുദ്ദേശപരമായിട്ട് ഒന്നുമില്ല എന്നും ആരെയും വിമർശിച്ചിട്ടില്ല എന്നും പാർട്ടിയുടെ കാര്യം നോക്കി എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണെന്നുമാണ് പറഞ്ഞത്. ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണെന്നും പാർട്ടി ഫോറങ്ങളിൽ അവസരം ലഭിച്ചാൽ ഇനിയും പറയുമെന്നും പി.ജെ. കുര്യൻ വ്യക്തമാക്കുകയായിരുന്നു. പി.ജെ. കുര്യനെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാങ്കൂട്ടം നടത്തിയ ഓഡിയോ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം കുര്യനെതിരെ തന്റെ ഫേസ്ബുക്കിലൂടെയും മാങ്കൂട്ടം മറുപടി നൽകിയിരുന്നു. പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പിന്നെയും ടിവിയിൽ കാണിച്ചു. കരുതൽ തടങ്കലിലാക്കി പോലീസ്. കരുതലല്ല, കരുതൽ തടങ്കൽ. വീണ ജോർജ് മണ്ഡലത്തിൽ വരുന്നുണ്ടത്രേ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ വേണമത്രേ. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ 9.5 വർഷമായി തുടർച്ചയായി പിണറായി സർക്കാരിനെതിരെ തെരുവിലെ പോരാട്ടത്തിലാണ്. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്നായിരുന്നു പി.ജെ. കുര്യന്റെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനം. എന്നാൽ ഇപ്പോൾ മാങ്കൂട്ടം കുര്യനെതിരെ പറഞ്ഞത് പരസ്യമാകുമ്പോൾ വീണ്ടും കോൺഗ്രസിനകത്ത് വിഷയങ്ങൾ പുകയുകയാണ്. അൻവറിനെ അർദ്ധരാത്രി പോയി കണ്ടു എന്ന് പറഞ്ഞ് മാങ്കൂട്ടം ഒന്ന് എയറിലായി താഴെ വന്നതേയുള്ളൂ. ഇപ്പോൾ വീണ്ടും മാങ്കൂട്ടം എയറിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.